सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। धोभिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां ददाना हस्तेनैकेन पद्मं सिधमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखा वन्दे वाल्मीकिकोकिलम्। वाल्मीकिर्मुनिसिंहस्य कवितावनचारिणः शृण्वन् रामकथानादं को न याति परां गतिं यः पिबन् सततं रामचरितामृतसागरम्। अतृप्तस्तं मुनिं वन्दे प्राचेतसमकल्मषम्। गोष्पदीकृतवाराशिं मशकीकृतराक्षसं रामायणमहामाला रत्नं वन्दे अनिलात्मजम्। अञ्जनानन्दनं वीरं जानकीशोकनाशनं कपीशम् अक्षहन्तारं वन्दे लङ्काभयङ्करम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतं नमत राक्षसान्तकम्। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। जानकीकान्तस्मरणं जय जय राम राम। ധർമ്മമാണ് വാസ്തവത്തിൽ നമുക്കൊരു ലക്ഷ്മണരേഖ. ആ രേഖയ്ക്കുള്ളിൽ എത്ര കാലം നമ്മൾ നിലനിൽക്കുമോ അത്ര കാലം നമ്മൾ സംരക്ഷിക്കപ്പെടും. ആ രേഖ കൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടും. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തിനെ രക്ഷിക്കൽ എന്ന് പറയണത് പ്രസംഗിച്ച് നടക്കുന്നത് കൊണ്ടോ ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടോ അല്ല. ധർമ്മം എങ്ങനെ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ ആര് ആചരിക്കണോ, വേദം പറയണത് ധർമ്മം ചര, സത്യം വധ. സത്യത്തെ പറയൽ, ധർമ്മത്തെ ആചരിക്കൽ. ധർമ്മത്തെ ആചരിക്കുമ്പോഴാണ് ധർമ്മം രക്ഷിക്കപ്പെടണത്. ധർമ്മത്തെ നിരാകരിച്ചാൽ അത് നമുക്ക് അപകടകാരണമാകും. അപ്പോൾ രാമൻ ലക്ഷ്മണനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ട് പോയ ദൗത്യം, ആ ദൗത്യ നിർവഹണത്തിന്
ലക്ഷ്മണൻ ആ ആശ്രമത്തിന് ചുറ്റും ഒരു രേഖ വരച്ചു. എന്ത് കാരണവശാലും ഈ രേഖയ്ക്ക് അപ്പുറം കടക്കരുത്. ഇത് ഭർത്താവ് പറഞ്ഞിട്ട് ഭർത്തൃ സഹോദരനാൽ നിർവഹിക്കപ്പെട്ട ഒരു ധർമ്മം. ഈ ധർമ്മത്തെ എപ്പോ പരിപാലിച്ചില്ലയോ അപ്പോഴ് മായ പിടികൂടി. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ആശ്രമത്തിൽ നിറയെ പേര് ചെന്നൈയിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം, സ്കൂൾ തുടങ്ങണം, വലിയ ആശ്രമം വേണം, ഹോസ്പിറ്റൽ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ പാർശ്വപതനായിട്ടുള്ള കുഞ്ചുസ്വാമിയുടെ അടുത്ത് വന്നു. ഭഗവാനെ ഒന്ന് കാണാനാണ് എന്ന് പറഞ്ഞപ്പോഴേ കുഞ്ചുസ്വാമി ഇവരെ കൂട്ടിക്കൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയി. ഭഗവാൻ ഇതെങ്ങനെ അറിഞ്ഞു? ഇത് ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കുഞ്ചുസ്വാമിയെ അങ്ങോട്ട് മലയാളത്തിൽ ഒരു 5-10 മിനിറ്റ് അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. മലയാളത്തിൽ അങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങി. ഇത് കേട്ട് കുഞ്ചുസ്വാമിക്ക് ഒന്നും മനസ്സിലാവില്ല. ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വരികയാണോ അവിടെ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഭഗവാനെ എനിക്കറിയില്ല ഭഗവാനെ. അധികം അങ്ങോട്ട് ചൂടായപ്പോൾ ഈ വന്ന കൂട്ടർ അങ്ങോട്ട് ഓടി തിരിച്ചുപോയി. അപ്പോൾ ഭഗവാൻ കുഞ്ചുസ്വാമിയുടെ അടുത്ത് പറയാണ്, മായ പോയി, മായ, அது மாயைയാണ്. இந்த மாயை ஏதோ பொம்மநாட்டி வேஷத்துல தான் வரும்னு நினைச்சுக்காத. മായ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വേഷത്തിലോ രാമായണത്തിലുള്ള പോലെ മാനിന്റെ വേഷത്തിലോ മാത്രമാണ് വരണതെന്ന് വിചാരിക്കരുത്. സ്കൂൾ കെട്ടണം, ഹോസ്പിറ്റൽ കെട്ടണം, ആശ്രമം കെട്ടണം, അപ്പടിന്നെ അലഞ്ചു വരുവാ. ഹോസ്പിറ്റൽ കെട്ടണം, സ്കൂള് കെട്ടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും അത്രേ. അപ്പോ അതാത് മേഖലയില് നമ്മുടെ ഭഗവത് ആരാധനയെ ആര് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വരണോ, ഒരു ടെലിഫോൺ ആണെങ്കിലോ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിലോ ഇതെല്ലാം ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് മായ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ പോയി പെട്ടുപോകുമ്പോഴേ എന്താ സംഭവിക്കണത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അധ്യാത്മ അനുഭവം, അധ്യാത്മമായിട്ടുള്ള ആ അനുഭൂതി, ശാന്തി ഇത് കുറച്ചുകൊണ്ടേയിരിക്കും. ആദ്യമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും അല്ലേ? പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വി വിൽ ഗെറ്റ് അഡിക്റ്റഡ് ടു ദാറ്റ്. വിടാനും പറ്റില്ല, നമ്മൾ പെട്ടുപോയ ഒരവസ്ഥ വരും. അതുപോലെയാണ് രാമൻ മോഹിച്ചു പോയി. ഇങ്ങനൊരു മാനുണ്ടോ? സീത പറയാണ്, നോക്കൂ, സുവർണ നിറത്തിലൊരു മാന്, ഈ കളറിലൊക്കെ മാൻ ഉണ്ടാവുമോ? ഈ ചോദ്യം പോലും ശരിയില്ല കേട്ടോ. സർവജ്ഞനാണ് രാമൻ. സർവജ്ഞൻ എന്ന വാക്കിന് അർത്ഥം എന്താ? സർവത്തിനെ കുറിച്ചും അറിയാന്നുള്ളവൻ. ഇങ്ങനെ ഒരു നിറത്തിൽ മാൻ ഇല്ല എന്നറിയാം. അപ്പൊ തന്നെ കരുതിക്കോണം, ഇത് വെറും കാനൽ നീര് പോലെ തോന്നണതാണ്. ഇത് മാരീചൻ, മരുമരീചിക, മരുഭൂമിയിലെ നീര്, അതുപോലെ ഉള്ളൊരു തോന്നലാണ്. ഇതിന്റെ പിന്നാലെ ഓടാൻ പാടില്ല എന്ന് മനസ്സിലാവണം. പക്ഷേ രാമോ മോഹിത, രാമൻ മോഹിച്ചു പോയി അത്രേ. ലക്ഷ്മണനെ അവിടെ ആക്കിയിട്ട് രാമൻ ഓടി. ലക്ഷ്മണൻ പറയാണ്, അത് സുവർണ നിറത്തിലുള്ള ഇങ്ങനൊക്കെ ഒരു ജീവിയൊന്നുമില്ല, അങ്ങക്ക് അറിയില്ലേ? എന്നാലും ഒരു കൗതുകം അതിന്റെ പിന്നാലെ പോയി. സീത പ്രചോദിത, സീത ഉണ്ടല്ലോ പ്രചോദിപ്പിച്ചു. രാമൻ മോഹിച്ചു പോയപ്പോ സീത അതിനെ പ്രചോദിപ്പിച്ചു, ഉത്തേജിപ്പിച്ചു അല്ലെ? എരുതിയിലെ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ആ മായ ഒരു ശബ്ദമുണ്ടാക്കിയപ്പോൾ ലക്ഷ്മണൻ അനങ്ങിയില്ല. നമ്മൾ ശ്രദ്ധിക്കണം അത്. കാരണം തൻ്റെ ജ്യേഷ്ഠനിൽ പരിപൂർണ വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ജ്യേഷ്ഠനെ ഇല്ലാതാക്കാൻ തക്കതായിട്ടൊരു ശക്തി ഈ ഭൂലോകത്തില്ല എന്നതിനറിയാം. ആ ഒരു വിശ്വാസമുണ്ട്, ആ ഒരു ട്രസ്റ്റ് ഉണ്ട്. ചേട്ടത്തി അമ്മ പറയാണ്, നിന്റെ ജ്യേഷ്ഠന്റെ ശബ്ദം കേട്ടിട്ട് നീ പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് ജ്യേഷ്ഠന്റെ ഒന്നും ആയിരിക്കില്ല, രാമന്റെ ശബ്ദം എനിക്കറിയില്ലേ, അലമുറയിട്ട് കരയാണ്, അങ്ങോട്ട് പോയി നോക്കൂ, ഇല്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞപ്പോഴേ ലക്ഷ്മണൻ പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്കൂ, ഞാൻ ഇവിടെ ഒരു രേഖ വരയ്ക്കണുണ്ട്,
ഈ രേഖയ്ക്ക് ഉള്ളിൽ നിന്ന് ആര് വന്നാലും വെളിയിറങ്ങരുതെന്ന് പറഞ്ഞു. നോക്കൂ, അത് എപ്പോൾ ലംഘിച്ചോ, ധർമ്മത്തിൽ നിന്ന് എപ്പോൾ വെളിയിൽ ചാടിയോ, മായ വിൽ ക്യാച്ച് യു. അല്ലേ? ഈ സത്സംഗം ഒരു ധർമ്മമാണ്. ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു തേ മയി സന്തു. ആ ഉപനിഷത്താകുന്ന ധർമ്മത്തിൽ ഞാൻ നിത്യനിരന്തരം ഇരുന്നാലുണ്ടല്ലോ, എന്നെ ഒരു മായയും അഫക്റ്റ് ചെയ്യില്ല. അല്ലെ? സത്സംഗത്തിലൊക്കെ വരുമ്പോൾ നല്ല കുളിർമയുണ്ട്, നല്ല ശാന്തിയുണ്ട്. വെളിയിൽ എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയാണ്, മായ കാത്തിരിക്കുകയാണ്. ഓരോ രൂപത്തിൽ, ഹസ്ബൻഡിൻ്റെ രൂപത്തിൽ, വൈഫിൻ്റെ രൂപത്തിൽ, കാറിൻ്റെ രൂപത്തിൽ, വീടിൻ്റെ രൂപത്തിൽ, ലോണിൻ്റെ രൂപത്തിൽ, ശത്രുവിൻ്റെ രൂപത്തിൽ. എവറിത്തിങ് വിൽ അപ്പിയർ വെൻ വി വിൽ കം ഔട്ട് ഓഫ് ദിസ്. ഈ സത്സംഗത്തിൽ നിന്ന് വെളിയിലിറങ്ങിയ. അപ്പൊ സത്സംഗമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമമായ ധർമ്മം. അതിന് ഭാഗവതത്തിൽ പറയണു, നിർമാത്സര്യമായിട്ടുള്ളൊരു ധർമ്മം എന്ന് വെച്ചാൽ സ്വരൂപമാത്രമായിട്ട് ഇരുന്നാലേ അത് സാധ്യമുള്ളൂ. തന്നിൽ നിന്ന് അന്യമായിട്ടൊരു പൊരുളിനെ കാണാതെ തൻ്റെ നിലയിൽ ഉറച്ചിരിക്കലാണ് ആ നിർമാത്സര്യമായിട്ടുള്ളത്. അതിനെയാണ് കൈതവ പ്രോച്ഛിത ധർമ്മം എന്ന് പറയുന്നത്. കാപഢ്യമില്ലാത്ത ധർമ്മം. മറ്റ് ധർമ്മമൊക്കെ കാപഢ്യമുണ്ട്. മറ്റ് ധർമ്മത്തിലൊക്കെ നമുക്ക് ട്രസ്റ്റ് വേണം, വെളിയിൽ കൊടുക്കണം. ഇവിടെ ആ ട്രസ്റ്റ് ഇല്ല. സീത സഫർ ചെയ്യണു. സീത മാത്രമാണോ സഫർ ചെയ്യണത്? ലക്ഷ്മണൻ സഫർ ചെയ്യണു, രാമൻ സഫർ ചെയ്യണു. ഇൻഫാക്ട് രാമനാണ് കൂടുതൽ സഫർ ചെയ്യണത്. കാരണം അത്യന്ത പ്രാണപ്രിയയായിട്ടുള്ള സീതയെ നഷ്ടപ്പെട്ടിരിക്കണു. ആ ജടായു വീരൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ആരാണ് ഇതിൻ്റെ പിന്നിൽ? രാക്ഷസ രാവണനാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞു കൊടുത്തു. ആ ഒരു നിർദ്ദേശം കിട്ടി. പോണ വഴിക്ക് കബന്ധൻ എന്ന അസുരനെ വധിച്ചു. ശബരി മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നിന്നു. അവിടെ നിന്ന് ഹനുമാനെ കണ്ടു. ഹനുമാൻ തൻ്റെ നേതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി സുഗ്രീവൻ്റെ അടുത്ത് സഖ്യമുണ്ടാക്കി. അഗ്നിസാക്ഷിയായിട്ട് സഖ്യമുണ്ടാക്കി. ദാറ്റ് അഗ്നിസാക്ഷി, ഇറ്റ് റെഫേഴ്സ് ടു സത്സംഗം ഓർ സത്മാർഗം. സത്യസന്ധതയ്ക്ക് അഗ്നിയാണ് സാക്ഷി എപ്പോഴും. അപ്പോൾ അഗ്നി സാക്ഷിയായിട്ട് ഒരു സുഹൃത്തിനെ കൂടെയും നമ്മൾ കൈ കൊടുത്ത് കൈ കോർത്താൽ പിന്നെ സംശയം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ട്രസ്റ്റിനൊരു കുറവ് വരാൻ പാടില്ല എന്നാണ്. അങ്ങനെ സഖ്യമുണ്ടാക്കി. രാമന്റെ കഥ പറഞ്ഞു, സീതയെ കൊണ്ടുപോയതുമൊക്കെ പറഞ്ഞു. സുഗ്രീവൻ ദ സെയിം കഥ ഇങ്ങോട്ടും പറഞ്ഞു. അത്ര സുഗ്രീവൻ എന്താ കാര്യം അതും പറഞ്ഞു. രാമന്റെ കഥ പറഞ്ഞു, സുഗ്രീവന്റെ കഥ പറഞ്ഞു. രണ്ടും കൂടെ റിലേറ്റഡ് ആക്കിയിട്ട് രാമൻ പ്രതിജ്ഞ ചെയ്തു, നിന്റെ ഭാര്യയെ ഞാൻ രക്ഷിക്കാം. ആരിൽ നിന്ന് രക്ഷിക്കാം? വാലിയിൽ നിന്ന് രക്ഷിക്കാം. ആരാ വാലി എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരനാണ്. സഹോദരൻ തൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഭാര്യയിൽ നിന്നും, ആ സഹോദരിൽ നിന്നും ഭാര്യയെ ഞാൻ രക്ഷിച്ച് അവൻ്റെ തീവ്രമായിട്ടുള്ള ആ ദോഷത്തെ ഞാൻ അങ്ങോട്ട് ഇല്ലാതാക്കും, വാലി നിഗ്രഹം ചെയ്യാം എന്ന് പ്രതിജ്ഞ ചെയ്തു. വാലിനശ്ച ബലം തത്ര കഥയാമാസ വാനരഃ സുഗ്രീവശങ്കിതശ്ചാസീത് നിത്യം വീര്യേണ രാഘവേ. വാലിനശ്ച ബലം തത്ര കഥയാമാസ വാനരഃ. ആ വാലിയുടെ ബലം പറഞ്ഞു കൊടുക്കുകയാണ്. ബാലി എന്ന് നമ്മൾ പറയും, നോട്ട് ബാലി, ഇറ്റ് ഈസ് വാലി. വാൽമീകി രാമായണം ഇസ് സേയിങ് ഇറ്റ് ഈസ് വാലി. ആ വാലിയുടെ ബലം അങ്ങോട്ട് ഉപദേശിച്ചു കൊടുക്കണം. എന്താ വാലിയുടെ ബലം? വാലിയുടെ ബലം എന്താണ് എന്ന് വെച്ചാൽ, he got one boon from ബ്രഹ്മ. ഇന്ദ്രന്റെ പുത്രനാണ്. ഇന്ദ്രന്റെ പുത്രന് ഒരു വരം കിട്ടിയിരിക്കണം. എന്താ വരം എന്ന് വെച്ചാൽ, ആരാണോ, എത്ര ശക്തനായിട്ടുള്ള ആളാണോ തൻ്റെ മുന്നിൽ ഫൈറ്റ് ചെയ്യാൻ വരണത്, അവരാളുടെ പകുതി ശക്തി അയാളുടെ പോയി ചേരും. അത്ര ദുസ്സംഗത്തിൻ്റെ ഒക്കെ ഒരു പവറാണത് അല്ലേ? സത്സംഗത്തിൻ്റെ ഇടയിൽ ഒരു ദുസ്സംഗി വന്നാൽ തന്നെ പകുതി ശക്തിയൊക്കെ ചോർന്നു പോകും.
അല്ലേ? നമ്മൾ നല്ല സാത്വിക ഗുണമായിട്ടിരിക്കണം. നമ്മളടുത്ത് ഏതെങ്കിലും ഒരു രജോ ഗുണോ തമോ ഗുണോ ഒന്ന് കമ്പനി അടിച്ചാലുണ്ടല്ലോ, നമ്മൾ പോയി അതുപോലെ ആയിപ്പോവും, ഈസിലി പോവും, അല്ലേ? തിരിച്ച് സാത്വികമാവാൻ കുറച്ച് പാടാണെങ്കിലും സാത്വികം ടു താമസം ഒരു രാജസം, ഇറ്റ് ഈസ് വെരി സിമ്പിൾ, വളരെ എളുപ്പം. അതിൻ്റെ സാന്നിധ്യം തന്നെ അങ്ങനെ ഉണ്ടാക്കും. ചില കുളിക്കാതെ നനയ്ക്കാതെ അതൊക്കെ നമ്മുടെ മുന്നിൽ വന്നാൽ തന്നെ ആ സാന്നിധ്യം തന്നെ ഇറ്റ് വിൽ ഡിസ്റ്റർബസ്, അല്ലേ? നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ വാലി ഒരു ബലമുണ്ട്. എന്താ ബലം എന്ന് വെച്ചാൽ മുമ്പിൽ വന്നിരിക്കണവന്റെ പകുതി ബലം അയാൾ എടുക്കും, അത്രയും. സുഗ്രീവശങ്കിതശ്ചാസീത്, സുഗ്രീവന് ഒരു ശങ്ക വന്നു, അത്രയും, ഒരു സംശയം, ഒരു ഡൗട്ട്. എന്താ ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ രാമന് ആ വാലിയെ എതിർക്കാനുള്ള ബലം ഉണ്ടാവുമോ? കാരണം രാമൻ അതീവ ബലശാലിയായിട്ട് വരുമ്പോൾ പകുതി ബലം അങ്ങോട്ട് എടുത്താൽ രാമൻ ആ പകുതി ബലം കൊണ്ട്, അല്ലേ, രാമന്റെ പകുതി ബലവും കൂടെ ആ വാലിക്ക് കിട്ടും. അല്ലാതെ വേറെ ട്രസ്റ്റ് കുറവൊന്നുമല്ല. ആ വാലിയുടെ ബലത്തിനോടൊപ്പം തന്നെ രാമന്റെ പകുതി ബലവും കൂടെ കിട്ടും, അത്രേ. അതുകൊണ്ട് ഒരു ശങ്ക വന്നു. വീര്യേണ രാഘവേ, രാമന് അതിനുള്ള പവറുണ്ടോ? രാഘവ പ്രത്യയാർത്ഥം തൂ ദുന്ദുബേഹേ കായമുത്തമം ദർശയാമാസ സുഗ്രീവഃ മഹാപർവത സന്നിഭം. രാഘവ പ്രത്യയാർത്ഥം തൂ ദുന്ദുബേഹേ കായമുത്തമം. ദുന്ദുബിയുടെ സ്കെലറ്റൻ, ദുന്ദുബി എന്ന് പറഞ്ഞൊരു അസുരൻ, ആ ദുന്ദുബിയെ വധിച്ചു. ആരാ വധിച്ചത്? ബാലി. ബാലി ദുന്ദുബിയെ വധിച്ചു. ആ ദുന്ദുബിയുടെ സ്കെലിട്ടൻ അവിടെ കിടപ്പുണ്ട്, ഒരു ഭാഗം. ആ ഒരു ഭാഗം വലിയ ഒരു മൗണ്ടൻ പോലെ കിടക്കുന്നു, വലിയൊരു മല പോലെ ഇരിക്കുകയാണ് അത്രേ. ആ വലിയൊരു മല പോലെ ഇരിക്കണ ആ ദുന്ദുബിയുടെ സ്കെലിറ്റൽ സിസ്റ്റം, അത് വലിയ മല പോലെ ഇരിക്കണത്, ഇത് എത്രയോ ദൂരം ചവിട്ടിയെറിഞ്ഞതാണെന്ന് പറയാണ്. ദർശയാമാസ സുഗ്രീവഃ മഹാപർവത സന്നിഭം. ആ സുഗ്രീവൻ രാമന് കാണിച്ചു കൊടുക്കുകയാണ്, നോക്കൂ, ഇത് മഹാപർവ്വതം പോലെ നിൽക്കുന്നത്, ഇത് പർവ്വതമൊന്നുമല്ല, ഇതാ ദുന്ദുബിയുടെ സ്കെലിറ്റൽ സിസ്റ്റമാണ്, ഈ ദുന്ദുബിയെ വധിച്ചതായിട്ടുള്ള ശക്തിയാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ രാമൻ ചെറുതായിട്ട് അങ്ങോട്ട് സ്മൈൽ ചെയ്തത്ര, ചെറിയൊരു ചിരി. ഉത്സ്മയിത്വാ മഹാബാഹുഃ പ്രേക്ഷ്യച്ചാസ്തി മഹാബലഃ പാദാംഗുഷ്ഠേന ചിക്ഷേപ സമ്പൂർണം ദശയോജനം. ഉത്സ്മയിത്വാ മഹാബാഹുഃ, പതുക്കെ അങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട്, പ്രേക്ഷ്യച്ചാസ്തി മഹാബലഃ, അതിനങ്ങോട്ട് നോക്കി, നല്ല പോലെ അങ്ങോട്ട് നോക്കി, ഒന്ന് സ്റ്റെയർ ചെയ്ത് നോക്കി ആ പർവ്വതത്തിനെ, ആ ദുന്ദുബിയുടെ സ്കെലിട്ടനെ. പാദാങ്കുഷ്ടേന ചിക്ഷേപ, പാദത്തിൻ്റെ ഒരു അങ്കുഷ്ടം, ചെറിയൊരു തള്ളവിരൽ കൊണ്ട് ഒന്ന് തട്ടിയിട്ട്, സമ്പൂർണം ദശയോജനം, ഒരു തട്ട് തട്ടി. അത്രേ, ഇത്ര വലിയ പർവ്വതത്തിന് പാദത്തിൻ്റെ ഒരു അങ്കുഷ്ടം കൊണ്ട് ഒരു തട്ട് തട്ടിയപ്പോഴും, എന്നുവെച്ചാൽ തള്ളവിരൽ കൊണ്ട് ഒരു തട്ട് തട്ടിയപ്പോഴ് ദശയോജന പോയി. അത്ര ഏകദേശം 80 മൈൽസ്, 80 മൈലുകൾ ഈ മല പോയി തെറിച്ചു വീണത്ര. ഇത് കണ്ട് അതിശയിച്ചു പോയി, അല്ലേ? നമുക്കൊക്കെ ഒരു ടെൻഷൻ വരും, നമ്മുടെ ഈശ്വരന് ഇതൊക്കെ കഴിവുണ്ടോ? ഈശ്വരൻ മുമ്പിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ ആകാശത്ത് നിന്ന് എന്തെങ്കിലും വരുത്തണം, മായാജാലം കാട്ടണം, അല്ലേ? നമ്മുടെയൊക്കെ കൺസെപ്റ്റ് അതാണ്. ഒരിടത്ത് ഒരു നല്ല ഭക്തൻ, ആ ഭക്തനുണ്ടല്ലോ നല്ല ഭജന പാടും, ത്യാഗരാജ സംഗീതം പാടും, പല പല സ്വരങ്ങളൊക്കെ എടുത്ത് പാടും, ഭജന ചെയ്യും, നാമസങ്കീർത്തനം ചെയ്യും. നാരദ മുനിക്കൊരാഗ്രഹം, ഭഗവാനെ ഒന്ന് പ്രത്യക്ഷത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വൈകുണ്ഠത്തിൽ നാരദൻ പോയിട്ട് പറയാണ്, ഭഗവാനെ, ഒരു ഭക്തനുണ്ട്, നല്ല നാമസങ്കീർത്തനം ചെയ്യും, നല്ല മധുരമായ സ്വരത്തിൽ അങ്ങേ പാടും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവൻ ആരൊക്കെ പാടിയതല്ലേ പാടണത്, അവനായിട്ട് ഉള്ളിൽ പറയണതല്ല, അവൻ എന്തോ പഠിച്ചു വെച്ച് പാടുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല ഭഗവാനെ, അതിൽ നല്ല ഭാവമുണ്ട്, ഭഗവാനെ ആഗ്രഹിക്കുകയാണ്. നാരദരെ, ഇപ്പം അങ്ങനെയൊന്നും ആരുമില്ല, ഇല്ല ഭഗവാനെ, വരൂ, ഭഗവാൻ വരണം, എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ നാരദൻ എന്ത് ചെയ്തു, ഭഗവാനെ കൂട്ടിയിട്ട് പോയി. ഭഗവാനോ മനസ്സില്ലാ മനസ്സോടെയാണ് വരണത്. അങ്ങനെ ഭഗവാനും നാരദനും കൂടെ അങ്ങോട്ട് പോയി. അവിടെ നല്ല ഭജന നടക്കണു. ഈ ഭജനയുടെ ആൾക്കാരൊക്കെ ഈ
ഭഗവാനെ ശംഖചക്ര ഗദാഹസ്ത പത്മ ഒക്കെ വച്ചിരിക്കുന്ന ഭഗവാനെ അങ്ങോട്ട് കണ്ടിട്ട് അങ്ങോട്ട് കഴിഞ്ഞതും അവർ തമ്മിൽ നല്ല ചർച്ച. നല്ല രൂപം അല്ലേ, ഭഗവാനെ പോലെ തന്നെ ഉണ്ട്. നമ്മൾ ഈ സഹസ്രനാമൊക്കെ വായിക്കുമ്പോൾ ധ്യാന ശ്ലോകത്തിൽ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. അപ്പം നാരദൻ പോയിട്ട് പറഞ്ഞു, സാക്ഷാത് ഭഗവാനാണ് വന്നിരിക്കണത്. നാരദരെ, എല്ലാവരുടെ കള്ളം പറയണത് പോലെ എൻ്റെ അടുത്തും പറയാണോ? ഇല്ല ഇത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ പോവാണ് കേട്ടോ, അവർക്കൊന്നും വിശ്വാസമൊന്നുമില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വരണില്ല എന്ന്. ഇല്ല ഭഗവാനെ കാണിച്ചു കൊടുക്കണം, ഇത് ഭഗവാനാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഭഗവാനാണെങ്കിൽ എനിക്ക് പ്രൂവ് ചെയ്ത് തരണം. അപ്പം നാരദൻ ഭഗവാനെ നോക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് ആ പരിപാടിയൊന്നുമില്ല, എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനങ്ങോട്ട് തിരിച്ച് പോവാണ്, നാരദ വേണം ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. ഇല്ല ഭഗവാനെ, എന്തെങ്കിലും കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ കല്ലിനെ വൈരമാക്കി തരൂ എന്ന് പറഞ്ഞു. ഈ കല്ലിനെ അങ്ങോട്ട് വൈരമാക്കി തരൂ. അപ്പോൾ ഭഗവാൻ ഈ കല്ലിനെ എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് തടകി വെപ്പോൾ ആ ചെറിയ കല്ല് നല്ല വൈരക്കല്ലായി മാറി. ചെറിയ കല്ല് നല്ല വൈരക്കല്ലായിട്ട് മാറി. അവിടെ നിറയെ ഭജന കേൾക്കാൻ നിന്ന ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ദൃക്സാക്ഷിയായിട്ട്. ഇവരെല്ലാം വെളിയിലേക്ക് ഓടിപ്പോയി. നാരദൻ വിചാരിച്ചു, ഭഗവാന്റെ വൈഭവം കണ്ട് ഭഗവാനെ തൻ്റെ മുമ്പിൽ കിട്ടിയിട്ട് ഇവരൊക്കെ എവിടെയാണ് ഓടണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വെയിറ്റ് എ മിനിറ്റ്, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ വലിയ പാറക്കല്ല് തലയിൽ ചുമന്നുകൊണ്ട് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ അതിനെ തൊട്ട് വൈരമാക്കി കൊടുക്കണം. കാരണം ആർക്കും ഭഗവാനെ ഒന്നും വേണ്ട, ഭഗവാനോട് വിശ്വാസവുമില്ല. ഓൺലി ദേ നീഡ് സം എക്സ്റ്റേണൽ തിങ്സ്. നമ്മൾ സ്വാമി പറയും, ഭഗവാനൊന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും ഭഗവാന്റെ പത്നി മഹാലക്ഷ്മിയെ മതി, അല്ലേ, വെൽത്ത് മതി എന്നല്ലാതെ ഭഗവാനെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടോളൂ, ഭഗവാൻ അവിടെ തന്നെ ഇരുന്നോളൂ. കാരണം നേദ്യമൊക്കെ മുടങ്ങുമേ. ഗുരുവായൂരപ്പ അങ്ങനെ തന്നെ ഇരുന്നോളൂ, കാരണം നിറയെ പേർക്ക് തൊഴേണ്ടതല്ലേ, എനിക്ക് അങ്ങ് തരേണ്ടത് അങ്ങോട്ട് തന്നു വിട്ടാൽ മതി. ഇതെന്താ ബിസിനസ് എന്നാണ് ആര് പറയണത്? പ്രഹ്ലാദൻ പറഞ്ഞിരിക്കുന്നത്. സവൈ വണിക്, എന്തോ കൊടുത്തിട്ട് എന്തോ വാങ്ങണോ. ഞാൻ വന്നല്ലോ ഭഗവാനെ, എനിക്ക് എന്തെങ്കിലും തരണം, അല്ലേ. വരം വാങ്ങിപ്പാണല്ലോ പണി. എന്തെങ്കിലുമൊക്കെ പോയി പറയാ, വരം വാങ്ങിക്കുക, വരിക, അല്ലേ. അതുപോലെ ഒരു ചെറിയ സംശയം, ആ സംശയം അങ്ങോട്ട് ദൂരീകരിച്ചു കൊടുത്തു രാമൻ. ബിഭേദ ച പുനസ്താലാൻ സപ്തൈകേന മഹേഷുണാ ഗിരിം രസാതലം ചൈവ ജനയൻ പ്രത്യയം തഥാ. ബിഭേദ ച പുനസ്താലാൻ സപ്തൈകേന മഹേഷുണ. ആ മഹാ ഇഷു എന്ന് പറഞ്ഞാൽ അമ്പ്. ഈ അമ്പ് എടുത്തങ്ങോട്ട് ഒന്ന് തൊടുത്തു കൊടുത്തു. ആ കാലിട്ട് തട്ടിക്കളഞ്ഞപ്പോഴേ വിശ്വാസമായി. ഇനി രാമന്റെ ബലം ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. ഒരു അമ്പ് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ആ വില്ലിൽ വെച്ചിട്ട് അങ്ങോട്ട് തൊടുത്തു വിട്ടു. 7 വൃക്ഷങ്ങൾ തുളച്ചു പോയത്ര. ഒരേപോലെ നിൽക്കണ 7 വൃക്ഷങ്ങളെ തുളച്ചിട്ട് ആ അമ്പ് പോയി. ആ അമ്പ് എവിടെയൊക്കെ പോയി? ഗിരിം, ഒരു പർവ്വതത്തിൽ കൊണ്ടുപോയി. രസാതലം ചെയ്വ, രസാതലം എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ലോകം, പാതാള ലോകത്തിലേക്കുള്ള വഴി. അതല, വിതല, സുതല, തലാതല, രസാതല. ആ രസാതലത്തിനെയും പോയി ഭേദിച്ചു. അത്ര വലിയ ശക്തിയുള്ള ആ രാമനെ കണ്ടു. വളരെയധികം പ്രീതനായി, വളരെയധികം സ്നേഹം തോന്നി, ദയ തോന്നി. എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് നേടും, വാലിയെ നിഗ്രഹിക്കാൻ തക്കതായിട്ടുള്ള കഴിവ് രാമനുണ്ട്, ബലം രാമനുണ്ട് എന്ന് ഉള്ളിൽ ഉറച്ചു. കാരണം വേറെ ട്രസ്റ്റിന് വേറെ കുഴപ്പമൊന്നുമില്ല. പകുതി ശക്തി പോയാൽ പകുതി ശക്തി ഉണ്ടല്ലോ, രാമന്റെ പകുതി ശക്തി കൂടെ യുദ്ധം ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലേ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ കുറച്ച് സ്പിരിച്വലി നമ്മൾ ഉള്ളിലേക്ക് വന്നവര് പൊതുവിൽ നമ്മൾ ഈ ദുസ്സംഗമുള്ള ടീംസിൻ്റെ അടുത്ത് പോയിട്ട് ഇത് പറയാൻ നിൽക്കരുത്, പ്രചരിപ്പിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ അവർ പറയണത് കേൾക്കേണ്ടി വരും അത്ര. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഉള്ളിൽ അറിഞ്ഞ് ഇതിൽ നിലയുറയ്ക്കുക എന്നല്ലാതെ നമ്മൾ വേറെ ആരെങ്കിലും പോയി ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്ടല്ലോ അവരുടെ ദോഷം നമുക്ക് ബാധിക്കും. അതാണ് സംബന്ധ ദോഷം എന്ന് പറയുന്നത്. അതുമായിട്ട് സംബന്ധപ്പെട്ട് നിന്നാൽ ആ ദോഷം നമുക്കും വന്നു ചേരും. അപ്പോൾ ആ സംബന്ധദോഷമില്ലാതിരിക്കണം. അതിനാണ് ഈ ബാലിയുടെ ഉദാഹരണം വീണ്ടും വീണ്ടും ഞാൻ പറയണത്. നമ്മുടെ പവറും കൂടെ അങ്ങോട്ട് പോകും അത്രേ. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു രാമായണം വെച്ചിട്ടിരിക്കണോ, രാമായണം വെച്ചിട്ട് മാത്രം ഇരിക്കുക.
ഒരു ഗുരുനാഥൻ പറയണത് കേൾക്കണം, സത്സംഗം കേൾക്കണോ, കേട്ടിട്ട് മാത്രം ഇരിക്കുക. ഇതിനെ പോയി വെളിയിൽ നമുക്ക് പറയണം, 4 പേർക്ക് നന്മ കൊടുക്കണം എന്ന് വിചാരിച്ചാലുണ്ടല്ലോ, ദ മായ വിൽ ഗെറ്റ് ഇൻസൈഡ് ആൻഡ് വി വിൽ സഫർ. നമ്മുടെ ശക്തി അങ്ങോട്ട് പോകും. അതാണ് ബാലി ഒരു ഉദാഹരണം. തതപ്രീതമനസ്തേന വിശ്വതഃ സമഃ കപിഃ കിഷ്കിന്ധാം രാമസഹിതഃ ജഗാമ ച ഗുഹാം തഥാ. തതപ്രീതമനാഃ തേന, രാമനെ കണ്ടു പ്രീതനായ മനസ്സോടുകൂടി, വിശ്വസ്തഃ സമഃ കപിഃ, നല്ലവണ്ണം വിശ്വാസം വന്നു. കിഷ്കിന്ധാം രാമസഹിതഃ, ആ കിഷ്കിന്ധ രാജ്യത്തില് രാമസഹിതമായിട്ട്, രാമനെയും കൂട്ടിക്കൊണ്ട്, ജഗാമ ച ഗുഹാം തഥാ, ആ വാലി ഇരിക്കുന്നതായിട്ടുള്ള ഗുഹ, ആ കേവില്, ആ ഗുഹയിലേക്ക് പോയി. ആ ഗുഹയിലാണ് വാലി താര എന്ന പേരുള്ള സുഗ്രീവ പത്നിയെ കൊണ്ട് തടങ്കലിട്ട് വച്ചിരിക്കണത്, പിടിച്ചുകൊണ്ട് അപഹരിച്ചുകൊണ്ട് പോയിരിക്കണത്. അങ്ങനെ ആ സുഗ്രീവ പത്നിക്ക് അറിയണം, താൻ സുഗ്രീവൻ അവിടെ എത്തിയിരിക്കുകയാണെന്ന് അറിയണം. തതോ ഗർജദ്ദരിവരഃ സുഗ്രീവോ ഹേമപിങ്കലഃ തേന നാദേന മഹതാ നിർജഗാമ ഹരീശ്വരഃ. ആ സുഗ്രീവൻ ആ പർവ്വതത്തിന്റെ ഉള്ളില്, ആ കേവിന്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങോട്ട് ഗർജിച്ചു. അത്രയും എന്ന് വെച്ചാൽ സിംഹനാദം പോലെ ഗർജിച്ചു, പോര് വിളിക്കണത് പോലെ ഗർജിച്ചു. കാരണം സുഗ്രീവൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കണം. ഇത് രണ്ടാണ് അതിൻ്റെ. ഒന്ന്, താരയെ അറിയിക്കണം, താഴെ വന്നിരിക്കുന്നത് സുഗ്രീവനാണെന്ന് അറിയിക്കണം. 2, കിഷ്കിന്ധാധിപതിയായിട്ടുള്ള വാലി, ആ വാലിയെ അറിയിക്കണം. ഇതാണ് ഉദ്ദേശം. അങ്ങോട്ട് ഉറച്ച് അങ്ങോട്ട് പറഞ്ഞു. വാലി ഇത് കേട്ടു. വാലി വന്ന് സുഗ്രീവന്റെ അടുത്ത് നിൽക്കുകയാണ്. അനുമാന്യ തഥാ താരാം സുഗ്രീവേണ സമാഗതഃ നിജഘാന ച തത്രൈനം ശരേണൈകേന രാഘവഃ. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞു, താരെ അറിയിച്ചു, വന്നിരിക്കുന്നത് സുഗ്രീവനാണ്, ഭയപ്പെടാതെ ഇരുന്നോളുക. സുഗ്രീവനാണ് ഇവിടെ വന്നിരിക്കുന്നത്, തന്റെ ഭർത്താവാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിജഗാന ച തത്രൈനം ശരൈണേകേന രാഘവഃ. ഒരേ ഒരു അമ്പില് വാലിയെ വധം ചെയ്തു. ഇത്ര വലിയ ബലവത്തായ ഒരു വീരനെ ഒരമ്പിൽ അങ്ങോട്ട് അടിച്ചു കൊന്നു. ഒറ്റമ്പ്. ഇതിനെയാണ് സുഗ്രീവൻ സംശയിച്ചത്. ഒരൊറ്റ അമ്പില് വാലിയെ വധം ചെയ്തു. തതസുഗ്രീവവചനാത് ദത്വാ വാലിനമാഹവേ സുഗ്രീവമേവ തദ്രാജ്യേ രാഘവ പ്രത്യപാദയത്. അങ്ങനെ വാലിയെ വധിച്ചതിന് ശേഷം ആ കിഷ്കിന്ധാപുരിയുടെ അവിടുത്തെ രാജാവായിട്ട് സുഗ്രീവനെ നിയമിച്ചു. സുഗ്രീവനെ അവിടെ പ്രതിഷ്ഠ ചെയ്തു. അതിന് നിയമിച്ചു സുഗ്രീവനെ. സച സർവാൻ സമാനീയ വാനരാൻ വാനർഷഭഃ ദിശഃ പ്രസ്ഥാപയാമാസ ദിദൃക്ഷുഃ ജനകാത്മജാം. സച സർവാൻ സമാനീയ വാനരാൻ, സർവ വാനരന്മാരെയും അങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു. സുഗ്രീവൻ ഓർഡർ ചെയ്തു. എന്താ ഓർഡർ ചെയ്തത്? ദിശഃ പ്രസ്ഥാപയാമാസ, എല്ലാ ദിശയിലേക്കും നിങ്ങൾ യാത്ര ചെയ്ത് എവിടേക്കാ സീതയെ കൊണ്ടുപോയിരിക്കണത്? ജനകാത്മജ, ജനകാത്മജ എന്ന് പറഞ്ഞ സീത എന്നർത്ഥം. ജനകപുത്രിയായിട്ടുള്ള സീതയെ എങ്ങടാ കൊണ്ടുപോയിരിക്കണത്? എവിടേക്കാ അപഹരിച്ചുകൊണ്ട് പോയിരിക്കണത്? ഒന്ന് സെർച്ച് ചെയ്യൂ. നോക്കൂ, കുരങ്ങന്മാരുടെ കൂട്ടമാണ് ഇവിടെ സെർച്ച് ചെയ്യാൻ പോണത് അല്ലെ. രാമന് സഹായം കുരങ്ങൻ, അണ്ണാങ്കുഞ്ഞ് ഒക്കെ നമുക്ക് കാണാം അല്ലെ. ജടായു, നോക്കൂ, വിശ്വാമിത്ര മഹർഷിയുടെ നിന്നും കിട്ടിയതായിട്ടുള്ള ആ വിദ്യയാണ്. എന്ന് വെച്ചാൽ വിശ്വാമിത്രൻ എന്ന പേരെന്ന് പറഞ്ഞാൽ വിശ്വത്തിന് മുഴുവൻ മിത്രം എന്നർത്ഥം. ഫ്രണ്ട് ടു എവരിബഡി, എല്ലാവർക്കും ഫ്രണ്ടാണ്.
അത് കാക്കയായിക്കോട്ടെ, പരുന്തായിക്കോട്ടെ, പക്ഷി ആയിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, വാനരമായിക്കോട്ടെ, എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനോടൊക്കെയും ഒരു 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 അഫെക്ഷൻ, അതിനോടൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് കുരങ്ങന്മാരാണ് ഇവിടെ പണിയെടുക്കാൻ പോണത്. തതോ ഗൃദ്രസ്യ വചനാത് സംപ്രാപ്തേ ഹനുമാൻ ബലി ശതയോചന വിസ്തീർണം പുപ്ലുവേ ലവണാർണവം. തതോ ഗൃദ്രസ്യ വചനാത്, അവിടെ ആ സമ്പത്തി എന്നു പേരുള്ള ഒരു കഴുകൻ, ആ കഴുകൻ ആരാണെന്ന് വെച്ചാൽ ജടായുവിൻ്റെ സഹോദരൻ. ആ ജടായുവിൻ്റെ സഹോദരൻ ജടായുവിനെ രക്ഷിക്കണതിൻ്റെ ഇടയിൽ ഒരു ചിറകു മാത്രം അറ്റു വീണത്രേ. ആ ചിറകറ്റു വീണ ആ സമ്പതി ഉപദേശിക്കുകയാണ്, ശ്രീലങ്കയിൽ ലങ്കാദേശത്തിൽ ആണ് സീത ഇരിക്കണത്. അത് എത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ ശതയോജന വിസ്തീർണം ഉണ്ട് അത്രയും. ശതയോജന, അത് വലിയ കഥയാണ്. അങ്ങോട്ട് പോകുമ്പോൾ അത് എപ്പോൾ എത്തും എന്നൊന്നും അറിയില്ല. ഓരോ ശ്ലോകം വെച്ച് പോകുമ്പോൾ ആ കാണ്ഡമൊക്കെ എത്തുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ആ ശതയോജന വിസ്തീർണം, ആ നോക്കൂ, പല ബുദ്ധിജീവികളായിട്ട് നടിക്കണവരൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ഏതോ ഒരു അഴുക്ക് ചാടിക്കടന്നിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത് എന്നാണ് വാൽമീകി പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയണത്. നോക്കൂ, ഒരിടത്തിരിക്കുന്ന വാൽമീകി ഈ ഭാഗത്ത് വന്നിട്ടേ ഇല്ല. കറക്റ്റ് ദാറ്റ് മഹേന്ദ്രഗിരി, ദാറ്റ് ഗിരി, ഫ്രം ദയർ ഹനുമാൻ ജംസ് ടു ലങ്ക. ആ മഹേന്ദ്രഗിരിയിൽ നിന്നാണ് ലങ്ക വരയ്ക്കും ഹനുമാൻ ചാടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ നിന്നൊരു ദൂരമെടുത്ത അപ്രോക്സിമേറ്റ്ലി 1700-1800 കിലോമീറ്റർ വരും. ഇതിനെയാണ് ശതയോജന വിസ്തീർണ എന്ന് പറയുന്നത്. ഒരു 100 യോജന ചാടി അത്രേ. എങ്ങനെ ചാടി? പുപ്ലുവേ ലവണാർണവേ. പുപ്ലുവേ എന്ന് പറഞ്ഞാൽ ചാടി. ലവണാർണവം എന്ന് പറഞ്ഞാൽ ലവണം, ലവണരസം എന്ന് പറഞ്ഞാൽ ഉപ്പ് രസം. അഴുക്ക് ചാലിൽ ഉപ്പ് രസമാണ്. നോക്കൂ, നമ്മളെ ഈ ശാസ്ത്രമായിട്ട് നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ നമ്മൾ പോയി വീണു പോകുന്നത്. ഒരു ശാസ്ത്രമായിട്ട് ബന്ധമില്ലാത്തവനാണ് പറയണത്. അതിനെ കേട്ട് വിശ്വസിച്ച് നമ്മൾ പറയും ഇതൊക്കെ വെറും കെട്ടുകഥയാണ്, എന്തൊക്കെയോ ഒരു അഴുക്ക് ചാടി കടന്നതാണെന്നൊക്കെ പോയി പ്രാമാണികമായിട്ട് പറയും. ഒരു പ്രാമാണികം ഇല്ലാത്തവനെ പ്രാമാണികമായിട്ട് നമ്മൾ കൽപ്പിക്കും. ദാറ്റ് ഈസ് മിഥ്യാധാരണ. മിഥ്യാധാരണ കൊണ്ടാണ് സത്യത്തെ, വാസ്തവത്തെ, ശാസ്ത്രത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥത്തിനുമായിട്ട് നമുക്ക് റിലേഷൻ ഇല്ല എന്നർത്ഥം. പുപ്ലുവേ ലവണാർണവേ, 100 യോജന ആ ലവണാർണവമായിട്ടുള്ള, അർണവം എന്ന് പറഞ്ഞാൽ കടല്, ലവണം എന്ന് പറഞ്ഞാൽ ഉപ്പ് രസമുള്ള ആ കടല് ചാടി കടന്നു അത്രേ. കാരണം ലവണം എന്ന് ഇടണം എന്ന് അന്ന് വാൽമീകിക്ക് തോന്നിയത് നന്നായി. കാരണം ഇല്ലെങ്കിൽ വല്ല അഴുക്ക് ചാലുമാക്കി തന്നെ വരും അല്ലേ. അപ്പോൾ അത് ഹനുമാൻ ചാടിക്കടന്നു. അതൊരു കഥയാണ്. നല്ല കഥകളുണ്ട് അതിൽ. വാനരന്മാരൊക്കെ ഉണ്ട് അതിൽ. ചെറിയ വില്ലന്മാരായിട്ടുള്ള വാനരന്മാരൊക്കെ പറയും എനിക്ക് അങ്ങോട്ട് പോകാനറിയാം, ഇങ്ങോട്ട് വരാറില്ല. ഞാൻ ചാടും, പകുതി ചാടും, മുഴുവൻ ചാടാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ട് ചാടിയ ചിലപ്പോൾ ഞാൻ ലങ്കയും കിടന്ന് അടുത്ത രാജ്യത്തിലെത്തിപ്പോകും എന്നൊരാൾ. പല വിരുദ്ധന്മാരുടെ ഒരു ചർച്ചയൊക്കെ ഉണ്ട്. നമുക്കത് പോണ വഴി കാണാം. എന്ന് വെച്ചാൽ ഈ സ്പിരിച്വൽ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പാതി കിണർ ചാടുന്നതല്ല. നമ്മൾ കരുതും ഇത് പാതി കിണർ, ഇത് അഖണ്ഡാകാരമാണ്, ഖണ്ഡിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് പകുതി ചാടിയാലും 3/4 ചാടിയാലും കിണറ്റിൻ്റെ ഉള്ളിലാണ് വീഴുന്നതെന്നല്ലാതെ ഇതിനെ പുറത്ത് മുഴുവൻ ചാടണം. ബാക്കി വിദ്യകളെല്ലാം നമുക്ക് പകുതി ചാടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ മതി. പക്ഷെ അധ്യാത്മ വിദ്യയിൽ മാത്രം ഇത് മുഴുവൻ അങ്ങോട്ട് ചാടാതെ സാധ്യമേ അല്ല. അപ്പോൾ അതൊരു കഥ അത്രയേ ഉള്ളൂ. തത്ര ലങ്കാം സമാസാദ്യ പുരീം രാവണപാലിതാം ദദർശ സീതാം ധ്യായന്തീം അശോകവനികാം ഗതാം. തത്ര ലങ്കാം സമാസാദ്യ, അങ്ങനെ ലങ്ക അങ്ങോട്ട് ചാടിക്കടന്ന് പുരീം രാവണപാലിതാം, ആ രാവണൻ പാലിച്ചുകൊണ്ടിരിക്കണതും ആയിട്ടുള്ള പുരി, ആ രാവണപുരി, ആ ലങ്കാപുരി, ദദർശ സീതാം ധ്യായന്തി, നല്ല ധ്യാനിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ധ്യാന നിമഗ്നയായിട്ടിരിക്കുന്ന സീതാദേവിയെ ദർശിച്ചു അത്രയും.
അശോകവനികാം ഗതാം. അങ്ങനെ അശോകവനികയിലേക്ക്, അശോകവാടിയിലേക്ക് ഹനുമാൻ പ്രവേശിക്കുകയാണ്. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.